സുന്ദര രാജകുമാരി അനന്തലക്ഷ്മി. വളരെ പണ്ട് മലകളും തടാകങ്ങളും പൂന്തോട്ടങ്ങളും നിറഞ്ഞ ചന്ദനപുരം എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. രാജാവ് വീരചന്ദ്രൻ ധീരനും നീതിപ്രിയനുമായിരുന്നു. രാജാവിന്റെ പത്നിയായിരുന്നു സൗന്ദര്യവതി. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവരെ എപ്പോഴും സങ്കടത്തിലായിരുന്നു. സൗന്ദര്യവതി കരുണയും സൗന്ദര്യവും നിറഞ്ഞവളായിരുന്നു. ദീർഘകാലം പ്രാർത്ഥനയ്ക്ക് ശേഷം സൗന്ദര്യവതി ഗർഭിണിയായി. അവർക്ക് രണ്ടുപേരും നല്ല സന്തോഷത്തിലായി. ആ രാജ്യവും സന്തോഷിച്ചു. രാജാവും സൗന്ദര്യവതിയും കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. അവരെ എല്ലായ്പ്പോഴും നല്ല സന്തോഷത്തിലായിരുന്നു. ദീർഘകാല പ്രാർത്ഥനയ്ക്ക് ശേഷം രാജാവിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവളുടെ മുഖം പൂക്കളെപ്പോലെ വിരിഞ്ഞിരുന്നു. കണ്ണുകൾ കുളത്തിൻ്റേതുപോലെ തെളിഞ്ഞിരുന്നു. രാജ്യം മുഴുവൻ സന്തോഷിച്ചു. അവളെ അവർ അനന്തലക്ഷ്മി എന്നു പേരിട്ടു. രാജ്യത്തുള്ള എല്ലാവർക്കും രാജകുമാരിയുടെ വരവ് വളരെയധികം സന്തോഷത്തിലാക്കി. അനന്തലക്ഷ്മി അതീവ സുന്ദരിയായിരുന്നു. സൗന്ദര്യവതിക്കും രാജാവിനും പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. രാജാവും സൗന്ദര്യവതിയും ഏത് സമയത്തും കുഞ്ഞിന്റെ അടുത്ത് തന്നെയായിരുന്നു. അവർ അവളുടെ ഓരോ വളർച്ചയും നോക്കി കണ്ടുനിന്നു. അങ്ങനെ രാജകുമാരി വളർന്നു വലിയ സുന്ദരി പെൺകുട്ടിയായി. അവളെ കണ്ടവർ എല്ലാവരും ഇത്ര സുന്ദരിയെ ആരും കണ്ടിട്ടില്ല എന്നു വിസ്മയിച്ചു. എന്നാൽ അവളുടെ സൗന്ദര്യത്തിൽ മാത്രമല്ല, അവളുടെ ഹൃദയത്തിലുമായിരുന്നു ഏറ്റവും വലിയ മായാജാലം. അവൾ കൊട്ടാരത്തിലെ സേവകരോടും സ്നേഹത്തോടെ പെരുമാറി. ഗ്രാമത്തിലെ ദരിദ്രർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. കുട്ടികളോടൊപ്പം കളിച്ചും പാട്ടുപാടിയും സമയം ചെലവഴിക്കും. അതെല്ലാം കണ്ട് രാജാവും സൗന്ദര്യവതിയും വളരെയധികം സന്തോഷിച്ചു. ചന്ദനപുരത്തിലെ സമാധാനം കണ്ടു അസൂയപ്പെട്ട് മീന എന്ന മന്ത്രവാദി രാജ്യം ആക്രമിക്കാൻ തീരുമാനിച്ചു. അവൾ അനന്തലക്ഷ്മിയുടെ സൗന്ദര്യവും സ്നേഹവും കണ്ടപ്പോൾ പറഞ്ഞു, ഈ രാജകുമാരി എന്റെ മന്ത്രവാദത്തിന് ഭീഷണിയാണ്. അവൾ തന്റെ മായാജാലം ഉപയോഗിച്ച് രാജ്യം മുഴുവൻ ഇരുട്ടിൽ മൂടി. രാജ്യം പൂർണ്ണമായിട്ടും കറുത്ത പുകയിൽ മുങ്ങി. ആളുകൾ ഭയം കൊണ്ട് ചുറ്റിലും ഓടാൻ തുടങ്ങി. രാജാവും സൗന്ദര്യവതിയും ഭയപ്പെട്ടു. ജനങ്ങൾ പേടിച്ചപ്പോൾ രാജകുമാരി അനന്തലക്ഷ്മി കൊട്ടാരത്തിൽ നിന്ന് പുറത്തുവന്നു പറഞ്ഞു, എന്റെ സൗന്ദര്യം വെറും രൂപത്തിനുള്ളതല്ല, എന്റെ ഹൃദയം പ്രകാശമാണ്. അവളെ രക്ഷിക്കും. ആളുകൾ രാജകുമാരിയുടെ സംസാരം കേട്ട് അതീവ സന്തോഷത്തിലായി. ജനങ്ങൾക്ക് അവരുടെ രാജകുമാരിയെ വിശ്വാസമായിരുന്നു. അവൾ കരുണയുടെ വിളക്കുമായി മന്ത്രവാദിയുടെ ഗുഹയിലേക്ക് പുറപ്പെട്ടു. രാജകുമാരി തന്റെ അടുത്തേക്ക് വരുന്നത് മന്ത്രവാദിനി മാജിക് ഗ്ലോബിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സമയം ഭയാനകമായ കാടിന്റെ പാതയിലൂടെ നടന്ന് രാജകുമാരി ഒരു വലിയ ഗുഹ കണ്ടു. ആ ഗുഹയുടെ നടുവിൽ ഒരു നീല പ്രകാശമുണ്ടായിരുന്നു. ഇതായിരിക്കും ആ മന്ത്രവാദിയുടെ താവളം എന്ന് രാജകുമാരി ഉറപ്പിച്ചു. രാജകുമാരി ഗുഹയുടെ ഉള്ളിലുള്ള നീലപ്രകാശം വരുന്ന സ്ഥലത്തിലേക്ക് പോയി. രാജകുമാരി അതിലേക്ക് കയറിയപ്പോൾ തന്നെ അപ്രത്യക്ഷമായി. അപ്പോൾ ചെറിയ നീലപ്രകാശം വരുന്ന ആ ഭാഗത്ത് വലിയ നീലപ്രകാശം വരാൻ തുടങ്ങി. രാജകുമാരി അങ്ങനെ മന്ത്രവാദിയുടെ താവളത്തിലെത്തി. എല്ലാം മന്ത്രവാദിനി തന്റെ മാജിക് ഗ്ലോബ് ഉപയോഗിച്ച് കാണുന്നുണ്ടായിരുന്നു. മന്ത്രവാദിനി രാജകുമാരിയെ ഇല്ലാതാക്കാം എന്ന് ഉറപ്പിച്ചു. അങ്ങനെ മന്ത്രവാദിനി രാജകുമാരിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. രാജകുമാരി ധൈര്യപൂർവ്വം മന്ത്രവാദിനിയുടെ അടുത്തേക്ക് വന്നു. മന്ത്രവാദിനി തന്റെ ക്രൂര മുഖഭാവത്തോടുകൂടി രാജകുമാരിയെ നോക്കിക്കൊണ്ടിരുന്നു. രാജകുമാരി സൗമ്യമായി മന്ത്രവാദിനിയോട് അപേക്ഷിച്ചു, തന്റെ രാജ്യത്തെ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ മന്ത്രവാദിനി രൂക്ഷമായ രീതിയിൽ രാജകുമാരിയോട് സംസാരിക്കുകയും രാജകുമാരിയെ തന്റെ മാന്ത്രികം കൊണ്ട് ഇല്ലാതാക്കുമെന്നും മന്ത്രവാദിനി പറഞ്ഞു. രാജകുമാരി വീണ്ടും മന്ത്രവാദിനിയോട് കേണപേക്ഷിച്ചു. പക്ഷേ മന്ത്രവാദിനി അതൊന്നും കേട്ടില്ല. മന്ത്രവാദിനി തന്റെ ശക്തി ഉപയോഗിച്ച് രാജകുമാരി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആദ്യത്തെ ശ്രമത്തിൽ രാജകുമാരിക്ക് ഒന്നും സംഭവിച്ചില്ല.
രണ്ടാമത് മന്ത്രവാദിനി കൂടുതൽ ശക്തിയോടുകൂടി രാജകുമാരിയെ ഇല്ലാതാക്കാൻ നോക്കി. അപ്പോൾ രാജകുമാരിക്ക് ചെറിയ ക്ഷീണം വരുന്നതുപോലെ തോന്നി. അവൾ കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. മന്ത്രവാദിനി രാജകുമാരിയെ ഇല്ലാതാക്കാൻ വീണ്ടും ശ്രമിച്ചു. എന്നാൽ അപ്പോൾ രാജകുമാരി കൂടുതൽ ശക്തിയുള്ളവളായി മാറുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു മാന്ത്രിക വടി പ്രത്യക്ഷപ്പെട്ടു. ആ മാന്ത്രിക വടി ഉപയോഗിച്ച് മന്ത്രവാദിനിയുടെ ശക്തി രാജകുമാരി ഇല്ലാതാക്കി. മന്ത്രവാദിനി ആകെ ഭയപ്പെട്ടു. മന്ത്രവാദിനി രാജകുമാരിയുടെ കാലിൽ കിടന്ന് തന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു കേണപേക്ഷിച്ചു. എന്നാൽ രാജകുമാരി നന്മയുള്ളവളായിരുന്നു. അവൾ ആ മന്ത്രവാദിനിയെ വെറുതെ വിട്ടു. പക്ഷേ അവളുടെ ശക്തിയെല്ലാം രാജകുമാരി തിരിച്ചെടുത്തിരുന്നു. രാജകുമാരി വളരെ സന്തോഷത്തോടുകൂടി തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഇരുട്ട് മൂടിക്കിടന്നിരുന്ന കൊട്ടാരവും രാജ്യവും എല്ലാം ഇരുട്ട് മാറി വെളിച്ചം വന്നു. ആളുകളെല്ലാം അത് ആഘോഷിച്ചു. ആളുകൾ രാജകുമാരിയുടെ വരവും കാത്തുനിന്നു. അങ്ങനെ രാജകുമാരി തന്റെ രാജ്യത്തെത്തി. ആളുകളെല്ലാം രാജകുമാരിയെ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. സൗന്ദര്യവതിക്കും രാജാവിനും അനന്തലക്ഷ്മി അഭിമാനമായി. അവർ വളരെയധികം സന്തോഷിച്ചു. അവർ അനന്തലക്ഷ്മിയെ വാരിപ്പുണർന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങൾ സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. അങ്ങനെ ആ രാജ്യം സന്തോഷം നിറഞ്ഞ രാജ്യമായി മാറി. കൊള്ളയും കൊലയുമില്ലാത്ത നന്മയുള്ള രാജ്യമായി ചന്ദനപുരം മാറി.